ചോദിക്കാമല്ലോ. ആഷ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ലത്തീഫ് ബാക്വി ചോദിക്കുന്നു. ആഷ്മിയോടാണ് ചോദ്യം. ഷെയ്ഖ് ഹസന്റെ വാർത്തയൊന്നും ആയില്ലേ? അമേരിക്കയിലെ പർവ്വതത്തിന് മുകളിൽ കുടുങ്ങിപ്പോയ ഷെയ്ഖ് താങ്കളുടെ ബന്ധു അല്ലേ? അതെ, ബന്ധു. അടുത്ത ദിവസം. അപ്പൊ എസ് കെ പക്ഷേ അവിടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 17,000 അടി ഉയരത്തിലുള്ള ഗിരിശൃംഗത്തിലാണ് ഇപ്പോൾ. 17,000 അടി ഉയരത്തിലുള്ള ഒരു ബേസ് ക്യാമ്പിലാണ് ഷെയ്ഖ് ഉള്ളത്. അപ്പൊ നമ്മുടെ വാർത്തതിന് ഇടപെടലുണ്ടായി, പലതരത്തിൽ ഇടപെടലുണ്ടായി. മുഖ്യമന്ത്രി കത്തെഴുതി, അങ്ങനെ കേന്ദ്ര സർക്കാർ തലത്തിൽ ഉണ്ടാവുന്നുണ്ട്. ആന്റോ ആന്റണി MP പല കത്തുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ എസ് കെ അവിടെ റെസ്ക്യൂ ടീം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നമുക്ക് വ്യോമമാർഗമുള്ള റെസ്ക്യൂ സാധ്യമല്ല. താഴ്ന്ന് അങ്ങോട്ട് കയറി തന്നെ വേണം പോകാൻ. അപ്പോൾ കുറച്ച് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് കയറുന്നുണ്ട്. 17 അടിയാണ്. അപ്പോൾ അവർ അങ്ങോട്ട് എത്തുന്നതിന് ഒരു പ്രയാസമുണ്ട്. 17 അടിയാണ്. അപ്പോൾ എസ് കെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ തന്നെയുള്ള ഒരു ആരോഗ്യ സംഘം ഈ പറയുന്ന 17 അടി ബേസ് ക്യാമ്പിൽ ആ ബേസിൽ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, വിളിക്കാൻ ഫോണില്ല. സാറ്റലൈറ്റ് ഫോൺ പോയി. ആ സാറ്റലൈറ്റ് ഫോൺ ചാർജ് അല്ലെങ്കിൽ ഒന്നുകൂടെ വിളിക്കേണ്ടതാണ് അവൻ എന്നെ. എന്തായാലും ഇത് വിളിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആ സാറ്റലൈറ്റ് ഫോൺ ചാർജ് ചെയ്തിട്ടുണ്ടാവണം. ഏതെങ്കിലും വിളിക്കാനൊരു അടുത്തൊരു സമയം കിട്ടും വിളിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്നു. അവിടെ അത്യാവശ്യം മാനേജബിൾ ആണെന്ന് തോന്നുന്നു കാര്യങ്ങൾ. എന്തായാലും ഇന്ന് ഒരു ഉച്ചയോടെ വൈകുന്നേരത്തോടുകൂടി ഒരു നല്ല വാർത്ത പ്രതീക്ഷിക്കാം എന്ന് കരുതുകയാണ് എസ് കെ. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി കത്തെഴുതിയിട്ടുണ്ട്. മാത്രമല്ല അമേരിക്കയിലും ചില നീക്കങ്ങൾ ആളുകൾ നടത്തുന്നുണ്ട്. എന്തെങ്കിലും അനുകൂലമായ വളരെ പോസിറ്റീവായ ഒരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ അത്യാഹിതമൊന്നും ഇല്ലാതെ അദ്ദേഹം അവിടെ സുഖമായിരിക്കുന്നു എന്നാണ്, അല്ലേ? മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ ആകട്ടെ. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം.